വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രചാരണം ശക്തമാക്കാൻ BJP ഒരുങ്ങുന്നു. സ്ത്രീ ശാക്തീകരണം അജണ്ടയാക്കി ഈ മാസം 30-ന് ഉത്തർപ്രദേശിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. അതേസമയം പ്രധാനമന്ത്രിക്കെതിരെ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതികളിൽ നടപടിയൊന്നും ആയിട്ടില്ല. അർജുൻ പീതാംബരൻ അപ്ഡേറ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്. അർജുൻ, വിശദാംശങ്ങൾ. ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഈ കപിൽ സിബൽ പോലെ വളരെ സീനിയറായ അഭിഭാഷകരും ഈ പ്രക്ഷേപണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനൊന്നും പ്രതികരണം ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനം അതിശയിപ്പിക്കുന്നതല്ല. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിക്കെതിരെ പരാതി പ്രളയം ഉണ്ടാകുമ്പോൾ പോലും അതിൽ യാതൊരുവിധ നടപടിയൊന്നും എടുക്കാതെ തന്നെ മൗനം പാലിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു ശൈലിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്നൊരു ഉത്തരമെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി പൊതുവിൽ രാജ്യത്തോടൊരു കാര്യം പറയുന്ന സമയത്ത് അത് ഈ ചട്ടലംഘനമായി കാണേണ്ടതില്ല എന്നുള്ളൊരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ, ചില ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം. അതിലപ്പുറത്തേക്ക് പരാതി പ്രളയം ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുമുള്ള നടപടി ഉണ്ടായിട്ടില്ല. മൗനം തന്നെയാണ് പാലിക്കുന്നത്. അതിൽ കടുത്ത അതൃപ്തി പ്രതിപക്ഷത്തിലുണ്ട്. ഒരുപക്ഷെ കോടതിയെ സമീപിക്കുന്നത് അടക്കമുള്ള വലിയ നടപടികളിലേക്ക് പ്രതിപക്ഷം അടുത്ത ദിവസങ്ങളിൽ ഈ സമാനമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെങ്കിൽ പോയേക്കും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് BJP പോകുന്നുമുണ്ട്. ഉത്തർപ്രദേശിലാണ് ഈ മാസം 30-ാം തീയതി ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിൽ സ്ത്രീ ശാക്തീകരണം എന്ന അജണ്ടയിൽ ചർച്ചയുണ്ടാകും. വനിതാ സംവരണ ബില്ല് മാത്രമല്ല, ഡീലിമിറ്റേഷൻ ബില്ലും ചർച്ചയ്ക്കെടുത്തുകൊണ്ട് അതിന്റെ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ, അതായത് സീറ്റ് എത്രത്തോളം വർദ്ധിക്കുമായിരുന്നു, എത്രത്തോളം വനിതകൾക്ക് സംവരണം ലഭിക്കുമായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും സമാജ്വാദി പാർട്ടിക്കെതിരെയും വിമർശനം ശക്തമാക്കുക എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഉത്തർപ്രദേശിന്റെ പാത പിന്തുടർന്നുകൊണ്ട് BJP ഭരണത്തിലിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും സമാന പാതയിലേക്ക് പോകുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഈ ബംഗാളിലും തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രി നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം അത് ചിലയിടത്തെങ്കിലും വനിതാ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിലയിരുത്തലിലേക്കും കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു മറുപ്രചാരണം 2023-ലെ ബില്ല് നടപ്പിലാക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. പൊതുസമ്മേളനങ്ങളും വാർത്താ സമ്മേളനങ്ങളും റാലികളും സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. ആ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.